വന്നത് ആരെങ്കിലും കണ്ടോ? ഇനിയും ഒളിക്കാൻ എനിക്ക് കഴിയില്ല രവിട്ട. ഒളിക്കാൻ ആര് പറഞ്ഞു? ഒരുവിധം എല്ലാവരും അറിഞ്ഞു. ഇനി എന്തിനാ താമസിപ്പിക്കുന്നത്? കല്യാണം നടത്തിക്കൂടെ? രവിട്ടനല്ലേ തീരുമാനിക്കേണ്ടത്. നീയും ശിവനും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാൻ ഞാനാരാ? നാട്ടുകാർ മുഴുവൻ പറയുന്നതാണ് നിന്റെ വയറ്റിൽ വളരുന്നത് ശിവന്റെ കുഞ്ഞാണെന്ന്. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, സത്യം നമുക്ക് രണ്ടുപേർക്കല്ലേ അറിയുള്ളൂ. എന്നെ പങ്കുചേർക്കണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയരുത് രവിട്ട. രവിട്ടന് മാത്രമേ എന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളൂ. എനിക്കൊരു ജീവിതം തരേണ്ടത് രവിട്ടനാണ്. എങ്കിലും നാട്ടുകാരനെ തല്ലിക്കൊല്ലും. ഒരു അന്യ നാട്ടുകാരനുമായി ബന്ധമുണ്ടായിരുന്ന ഒരു പെണ്ണിനെ ഞാനെങ്ങനെ ഭാര്യയാക്കും? ഒന്നുമില്ലെങ്കിൽ എന്റെ അച്ഛന്റെ അന്തസ്സിനെങ്കിലും മാനിക്കല്ലേ? രവിട്ട, ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. ജോലിക്കാർ പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. നന്ദിനിക്കുട്ടി, നീ എന്തായി കാണിച്ചത്? എന്നെ മരിക്കാനെങ്കിൽ അനുവദിക്കൂ. അറിയൂ, എന്തുണ്ടായി? ഞാൻ നശിച്ചവളാണ് ശിവേട്ട. പറയൂ, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തും നിനക്കെന്നോട് പറയാം. എന്നെ വിശ്വസിക്കും നന്ദിനിക്കുട്ടി. ആരാണ് നിന്നെ നശിപ്പിച്ചത്? രവിയേട്ടൻ. അനിയത്തി, ഇപ്പോൾ നീ ഇതാരോടും പറയണ്ട. എന്തായാലും രവി തന്നെ നിന്നെ വിവാഹം കഴിക്കും. എനിക്ക് വേണ്ടി അല്പം ക്ഷമിക്കൂ. നന്ദിനി, 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 നന്ദിനിക്കുട്ടി. ശിവ, ശിവ. എന്താ ജമാലെ, ആ ശിവനെ ഒന്നിങ്ങോട്ട് വിളിച്ചേ. ശിവൻ ഇതുവരെ വന്നില്ലല്ലോ. വന്നില്ലേ? ഇല്ല. എന്താ? നന്ദിനിക്കുട്ടിയെ കാണാനില്ല. നിന്നെ വിശ്വസിച്ചതിന്റെ ഫലമാണ് നീ കാണിച്ചത്, അല്ലടാ? വാടി ഇങ്ങോട്ട്, നിന്നെ നീ കൊല്ലും. വലിയ ആദർശമൊക്കെ പ്രസംഗിച്ച് കേട്ടപ്പോ യോഗ്യനാണെന്ന് കരുതി. മാനം മര്യാദയായി കഴിയുന്ന തറവാട്ടിലെ പെമ്പിള്ളേരെ വശീകരിക്കലാണ് നിന്റെ ആദർശമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജമാൽ, പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് പാതിരാത്രിക്ക് കൊണ്ടുപോയി പുന്നാരിക്കല്ലടാ ആണത്തം. ഇതാമേ നമ്മൾ വെക്കുന്ന വീട്. ഇത്രയും വലുതോ? ഏതായാലും വെക്കല്ലേ അമ്മേ, ഇത്തിരി വലുത് തന്നെ ആയിക്കോട്ടെ. ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ.
അമ്മ നടന്നാട്ടെ. അണ്ണാ പെട്രോൾ പെട്രോൾ ഒഴിക്കാടെ കിടന്ന് ചാവാ. സാറ് കൽക്കട്ട എപ്പോഴെത്തി? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി. നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകും. ഞാനിവിടുത്തെ മേസ്ത്രിയാ. ആ. അമ്മയെ പറ്റി സാർ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു. അതെങ്ങനെ? താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത്? അതെ, ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. വീടിന്റെ പണി എളുപ്പം തീർക്കണം, അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ്. അതാ അല്ലേ? അതെ. അമ്മ ഇങ്ങോട്ട് നടന്നാട്ടെ. എടോ, താൻ ഓവറാക്ട് ചെയ്ത് ചളവാക്കും അല്ലേ? പൊന്നപ്പാ, എന്താണ്? ഇയാൾക്ക് എന്താന്ന് വെച്ചാൽ കൊടുത്ത് തൊലക്കി. എവിടുന്ന്? നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അണ്ണാ പെട്രോള്. എടാ ഒഴിക്കാടാ പഞ്ഞങ്ങള്. അല്ല പക്ഷേ അതാരാ? അവന്റെ അമ്മയാണോ? അമ്മ തന്നെയാണോന്ന് എനിക്കും സംശയമുണ്ട്. അല്ല അച്ഛൻ. ഇയാളും ചുമ്മാ ഇടൂ. താനെന്തിനാ എന്നോട് ചൂടാവുന്നത്? ആശാനെ, അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ. അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഏതായാലും ആള് മഹാവില്ലനാ. അതാണ് നമ്മുടെ ഓഫീസ് റൂം. അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ്. ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ, ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മയ്ക്കിരുന്ന് ആടാൻ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും. അപ്പുറത്ത് ഡൈനിങ് ടേബിൾ. അവിടെ ഞാനും അമ്മയും എന്റെ എടാ ഗോലകൃഷ്ണൻ, നീ കൽക്കട്ടയിൽ പോന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാ ബാലകൃഷ്ണൻ. ആരാ മോനെ അത്? ഞാൻ പറയാം. ഇവൻ എന്നെ ശരിക്കും അറിയാം. ഇപ്പൊ അറിയാത്തോട് നടിക്കുക. ഞങ്ങൾ തമ്മിൽ ആദ്യമാദ്യമായി കാണുന്നത് തന്നെ റോഡിൽ വെച്ചാ. പോക്കറ്റടിക്കാരനാ വിചാരിച്ചത്. പോക്കറ്റടിക്കാരനോ? ബാലേഷ ഒന്നും വന്നേ. എടാ നിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ. എനിക്ക് അമ്മയോട് എല്ലാം പറയണം. നീ കൈവിട്ടെ. ഇവൻ എന്നെ സഹായിച്ചതിന് കൈയും കണക്കുമില്ല. 6 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടായിരുന്ന ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈ തന്നത്. എന്തിനമ്മ അധികം പറയുന്നത്? ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായിച്ചേട്ടനും 3 പേരും കഞ്ഞി കുടിച്ചു കഴിയുന്നത്. ഇവനില്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പുകയില്ല. നീ രാത്രി കഞ്ഞിക്കുമ്പോ കിട്ടുമോ? എവിടെ എത്തുമെന്നു? അതെ, കൽക്കട്ടയില്. ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ. കൽക്കട്ടയിൽ നീ കഞ്ഞിയാണോ കുടിക്കുന്നത്? അതെ അമ്മേ, എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും. 3 നേരം കഞ്ഞിയാ. 3 നേരം അല്ല, ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ. ബാലേഷ പ്ലീസ്. നീ എന്തിനാ വരളുന്നത്? നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച? നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ? ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ അമ്മേ? അതെ മോനെ, എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാ മതി. ഒരു 100 രൂപ. എന്തിനാ? നിന്റെ പേരിലാ വഴിപാട് കഴിക്കാനാ. കൊടുക്കും മോനെ. ഏത് വഴിപാട്? നീ മറന്നുപോയോ? അന്ന് ആ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക്. ഇവനിങ്ങനെ എല്ലാം മറക്കും. സ്ഥിരം സ്വഭാവം. അമ്മേ, ഞങ്ങൾ പോരാ. ഡേ നീ വന്നേ. നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈ തരാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ഈ ബാലകൃഷ്ണൻ ഒന്നും നേടാലടാ. വയ്ക്കോ വയ്ക്കോടാ. ഒന്ന് നിന്നേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ ആന്നോടാ പട്ടി? ഇനി വരണം, ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ ഇവിടെ ആരുമില്ലേ? മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ. ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല, നിങ്ങളെ 3 ഇരട്ട വെച്ചാ? ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അല്ല, 3 ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കില്ല ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ ഇതാ ഇവിടെ വന്ന് കുത്തിരിക്കുക എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് എന്നേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ചെറുകാലുകൾ എന്താ വലിയ ചില്ലിത്തെക്കിട്ട് പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കുരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാൽ തന്നെ ഭയങ്കര ദേഷ്യം. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഇതിലെ ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം. ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ
താനും നീച്ച പറഞ്ഞു പോണ് അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. പെട്ടെന്ന് വിട്ടോ. അള്ള പറ്റിച്ചല്ലോ നമ്മളെ ബാലകൃഷ്ണനല്ലേ. ബാലകൃഷ്ണ എടാ നിനക്ക് ഓടണം. ഞാൻ പറഞ്ഞ സ്മൈലിനെ കൂട്ടാൻ വീട് ലോഡും ചെയ്യും. നിക്കാ ബാലകൃഷ്ണ, നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. നീ മനസ്സിലാക്കല്ലേ. എടാ കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളെ അടുത്തുണ്ട് കാറ്. വിടാ വിട് കാറ്. ടാക്സി എങ്കിലും ടാക്സി വിട്. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോ എപ്പോഴും നോക്കി ഇതിന്റെ ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. ഇത് തുറക്ക് മോനെ. ഡ്രൈവർ സോറി. ഇത് തുറക്കാൻ സ്മാനെ ഒന്നാമത് തള്ളി തള്ളി അടുക്ക പോ. വിട് വിട് വിട. എന്താ കളിക്കും വിട്. അല്ലോ പറ്റിച്ച്